ഹലോ, അങ്ങനെ ഞങ്ങളുടെ പ്ലാവിൽ ചക്കയൊക്കെ തീരാറായിട്ടുണ്ട്. ഞാനൊരു പഴമെടുത്ത് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് മക്കൾ വരും, അപ്പം ചക്കയപ്പം ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇടന ഇലയാണിത്. ഇടന ഇലയിൽ ഉണ്ടാക്കുമ്പോഴാണ് അതിൻ്റെ രുചി വരുന്നത് കേട്ടോ. അത് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇത്രയും ചക്കപ്പഴമേ ഉള്ളൂ. കണ്ടിട്ട് കൊതിയാകുന്നു, ഒരു കഷ്ണം തിന്നാൻ തോന്നുന്നുണ്ട്. അപ്പം ഏതായാലും ഒരെണ്ണം എടുത്ത് തിന്നേക്കാം അല്ലേ. അപ്പോൾ അങ്ങനെ ഞാൻ ആ ചക്കപ്പഴം നന്നായിട്ടൊന്ന് മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ കൂടെ തേങ്ങാക്കൊത്ത് വറുത്തിടും കേട്ടോ. അത് നമ്മൾ ചക്കയപ്പം തിന്നുമ്പോൾ അതിങ്ങനെ കടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. ഇങ്ങനെ ആരെങ്കിലുമൊക്കെ ചെയ്യുമോ എന്ന് എനിക്കറിയത്തില്ല. ഞാനിങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ ഇച്ചിരി നെയ്ക്കകത്താണ് അത് വറുത്തെടുത്തിരിക്കുന്നത്. അതുപോലെ ശർക്കര എടുത്തിട്ടുണ്ട്. ശർക്കര നന്നായിട്ട് ചിരണ്ടിയിട്ട് നന്നായിട്ട് ഉരുക്കി അരിച്ച് വേണം എടുക്കാനായിട്ട്. കാരണം ഇത് കണ്ടോ, അതിൻ്റെ അകത്തുനിന്ന് കിട്ടിയ സാധനമാണ് ഇത്. കഴുകി നോക്കിയപ്പോൾ ഇത് കക്കായോ മറ്റോ ആണ്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് വൃത്തികെട്ട സാധനങ്ങളെല്ലാം ഇതിൻ്റെ അകത്ത് കാണും. അപ്പോൾ നമ്മളത് നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇത് കുമളിയിലെ ഏലക്കായാണ്. എൻ്റെ ഒരു അനിയത്തി കൊച്ചുണ്ട് അവിടെ, അവൾ എനിക്ക് തന്നതാണ്. കുറേ ഏലക്ക തന്നായിരുന്നു. നല്ല പ്യുവർ സാധനമാണ്. അവിടെ ഏലത്തോട്ടത്തിലൊക്കെ ഞങ്ങൾ പോയിരുന്നു. അപ്പോൾ ഏലക്കായും ചതച്ചിട്ട് ഞാൻ തേങ്ങായും കൂടി ചിരണ്ടിയിട്ടുണ്ട്. അതും അതുപോലെ തന്നെ മിക്സിക്കകത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അങ്ങനെ ശർക്കര ഉരുക്കി ഇതിലേക്ക് ചേർക്കാം. പിന്നെ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരു സ്വല്പം ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ചക്കപ്പഴവും തേങ്ങായും ശർക്കരയും ഏലക്കായും കൂടി സ്വല്പം ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുവാണ്. ഇനി ഇതിൻ്റെ കൂടെ റവ ചേർക്കുക അല്ലെങ്കിൽ അരിപ്പൊടി ചേർക്കുകയോ ചെയ്യാം. എനിക്കിവിടെ അരിപ്പൊടിയാണ് ഇപ്പോൾ ഇരിക്കുന്നത്. പുട്ടുപൊടിയാണ് ഞാൻ ചേർക്കുന്നത്. അപ്പം റവ ചേർത്താലും നല്ല ടേസ്റ്റാണ്. അപ്പം ഞാൻ പുട്ടുപൊടിയാണ് ചേർക്കുന്നത്. അതിന് പ്രത്യേക അളവൊന്നും ഞാൻ എടുത്തില്ല. ഇത് 1 കിലോയുടെ പാക്കറ്റാണ്, മൊത്തം ഇട്ടില്ല കേട്ടോ. അപ്പം ഒന്ന് മിക്സ് ചെയ്ത് നോക്കി കഴിഞ്ഞിട്ട് നമുക്ക് പാകത്തിന് ചെയ്യാമല്ലോ എന്ന് ഓർത്തു. അങ്ങനെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തേങ്ങാക്കൊത്തും കൂടി വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തും കൂടി എടുത്ത് മിക്സ് ചെയ്തു. ഇനി നമുക്ക് അപ്പച്ചെമ്പിൽ വെള്ളം അടുപ്പിലേക്ക് വയ്ക്കാം. ഇഡ്ഡലി പാത്രം എന്ന് പറഞ്ഞ് മേടിച്ച് വെച്ചിട്ട് ഇഡ്ഡലിയൊക്കെ വല്ല കാലത്തും ഉണ്ടാക്കാറുള്ളൂ. അങ്ങനെ അതിൻ്റെ അരിപ്പത്തട്ടും വെച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചു. പണ്ടൊക്കെ ഇടനയില ഇങ്ങനെ മടക്കി എടുത്തിട്ട് ഈർക്കിലി കുത്തിയാണ് വെച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പം ഞാൻ അങ്ങനെ ചെയ്യാറില്ല. ഇതുപോലെ ഇട്ടിട്ട് അതിൻ്റെ തണ്ട് തന്നെ, ആ ഇലയുടെ അറ്റത്തുള്ള തണ്ട് തന്നെ വളച്ച് അതിൻ്റെ അകത്തേക്ക് ഇങ്ങനെ വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നല്ല ഉറച്ച് തന്നെ ഇരുന്നോളും. ചിലത് ചിലപ്പം വിട്ടുപോകും, എന്നാലും സാരമൊന്നുമില്ല, വെന്ത് കഴിയുമ്പോൾ ഓക്കെ ആയിക്കോളും. അപ്പോൾ ഉള്ള ഇല ഒത്തിരി ഉണ്ടായിരുന്നു. കുറേ ഇല കളയേണ്ടി വന്നു. ചക്കപ്പഴം കുറവായിരുന്നു. അപ്പോൾ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഏതായാലും നമുക്ക് വെള്ളം നന്നായിട്ട് തിളച്ചു, നന്നായിട്ട് ആവി കയറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് പെറുക്കി ഇടാം. ഇനി ഒരു അരമണിക്കൂറൊക്കെ ഞാൻ തീയിൽ വെക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് ആവി കയറി കഴിയുമ്പോൾ തീ കുറച്ചാണ് വെക്കുന്നത്. ഇപ്പോൾ ഒരു അരമണിക്കൂർ ഇട്ടുണ്ട്. എൻ്റെ ഈശോയെ, എന്നാ മണമാണെന്ന് നോക്കിക്കേ. ആ ഇടനയിലയുടെ മണം, അതാണ് ചക്കപ്പഴത്തിനേക്കാളും ടേസ്റ്റ്. ആ ഇടനയിലയുടെ മണമാണ് കേട്ടോ. ഏതായാലും ഒരെണ്ണം എടുത്ത് നോക്കാവേ. നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഇതിനെ ചക്കയപ്പം, ഇടനയപ്പം, പൂച്ചയപ്പം എന്നൊക്കെ പല പേരിലാണ് പല സ്ഥലങ്ങളിലേക്ക് അറിയപ്പെടുന്നത്. ആർക്കെങ്കിലും കൊതി വരുന്നുണ്ടെങ്കിൽ ഓടി വാ, തരാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.